ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പിനാക്കൊളാഡയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിനാക്കൊളാഡ രണ്ട് തരമുണ്ട്, ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നോൺ ആൽക്കഹോളിക് ടൈപ്പ് പിനാക്കൊളാഡയാണ്. അതിൽ തന്നെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ നിറയെ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇന്ത്യൻ പൈനാപ്പിളാണ് കുറച്ചും കൂടി ഈ ഒരു പിനാക്കൊളാഡ ഉണ്ടാക്കാനായിട്ട് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരക്കൊത്താണ്. നാളികേരക്കൊത്ത് എടുക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ പുറത്ത് ആ ഒരു മൊരി ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളറുള്ളത് അത് നമ്മൾ മാറ്റണം കേട്ടോ. പിന്നെ ടെൻഡറായിട്ടുള്ള നാളികേരക്കൊത്ത് എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് കരിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കരിക്കില്ല എന്നുണ്ടെങ്കിൽ ഇളയ നാളികേരം എടുത്തിട്ട് ഇതുപോലെ കൊത്തുകളാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻ നമ്മൾ മാറ്റണം. ഒരു മുറി നാളികേരത്തിൻ്റെ കൊത്താണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്, അതായത് ഒരു പകുതി നാളികേരത്തിൻ്റെ കൊത്ത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൻറ്റ് ലീഫാണ്. സാധാരണ പിനാക്കൊളാഡയിൽ മിൻറ്റ് ലീഫ് ആഡ് ചെയ്യാറായിട്ട് ഇല്ല. ഞാനൊരു 4 മിൻറ്റ് ലീഫും കൂടി ചേർത്ത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈ മിൻറ്റ് ലീഫും കൂടി ചേർത്ത് കാണിക്കുന്നത്. മിൻറ്റ് ലീഫ് ഓപ്ഷണലാണ് കേട്ടോ. മിൻറ്റ് ലീവ്സ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 4-5 ലീവ്സേ ചേർക്കാൻ പാടുള്ളൂ. മിൻറ്റ് ലീവ്സ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിളിൻ്റെയും ആ കോക്കനട്ടിൻ്റെ ഒന്നും ഫ്ലേവർ കിട്ടില്ല, അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ 4-5 മിൻറ്റ് ലീഫ് മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് പൈനാപ്പിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻഡ് പൈനാപ്പിൾ, ടിന്നിൽ വരുന്ന പൈനാപ്പിൾ സ്ലൈസസ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് നാളികേരക്കൊത്തും മിൻറ്റ് ലീഫും ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ടിന്നിൽ കോക്കനട്ട് ക്രീം വാങ്ങാൻ കിട്ടും. ആ ക്രീമും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കോക്കനട്ടിന് പകരമായിട്ട് അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാരയല്ല ചേർക്കുന്നത്, തേനാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം തേൻ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പിനാക്കൊളാഡയിൽ മിൻറ്റ് ലീഫും ചിയാ സീഡും ഒന്നും ഇല്ല കേട്ടോ. അതായത് റിയൽ ആയിട്ടുള്ള നോൺ ആൽക്കഹോളിക് പിനാക്കൊളാഡയിൽ കോക്കനട്ട്, പൈനാപ്പിൾ, പിന്നെ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ചേർക്കും, പഞ്ചസാരയും ചേർക്കും. ഞാനിപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ളൊരു വേർഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തണുത്ത വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ പിനാക്കൊളാഡ ഞാൻ അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചിയാ സീഡും കൂടി ചേർത്തത് കൊണ്ടാട്ടോ ഈ ഒരു കളർ കണ്ട. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ജ്യൂസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അരിക്കൊന്നും വേണ്ട കേട്ടോ, കാരണം പൈനാപ്പിളിൽ നല്ല ഫൈബർ ഉണ്ട്. അതുപോലെ കോക്കനട്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ളതും അതിൻ്റെ ആ ഒരു വൈറ്റമിൻസും ന്യൂട്രിയൻസും നമ്മൾ കളയണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള 2 ഗ്ലാസ് എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മുടെ ഈ പിനാക്കൊളാഡ ഒഴിച്ചു കൊടുക്കുകയാണ്. മേലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കുറച്ച് പൈനാപ്പിളിൻ്റെ തന്നെ കുറച്ച് ഫ്രഷ് സ്ലൈസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മേലെ കുറച്ച് ചിയാ സീഡ്സും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല മറ്റൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.